വെൽക്കം ടു ഫ്രീ ട്യൂബ് ലേണർ. നമ്മൾ ചാപ്റ്റർ 8 ഇൻട്രൊഡക്ഷൻ ടു ട്രിഗ്നോമെട്രി എന്ന് പറയുന്ന ടോപ്പിക്കാണ് പഠിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ ട്രിഗ്നോമെട്രിക് റേഷ്യോസ് എന്തൊക്കെയാണെന്ന് നമ്മൾ പഠിച്ചിരുന്നു. സൈൻ തീറ്റ, കോസ് തീറ്റ, ടാൻ തീറ്റ, കൊസിക് തീറ്റ, സീക് തീറ്റ ആൻഡ് കോട്ട് തീറ്റ. അങ്ങനെ 6 ട്രിഗ്നോമെട്രിക് റേഷ്യോസ് എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഫോർമുലാസും പഠിച്ചു. സോ ഇനി ഈ ട്രിഗ്നോമെട്രിക് റേഷ്യോയുടെ ഒരു പെക്യൂലിയാരിറ്റി എന്താണെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ സെയിം ആംഗിൾ ഷെയർ ചെയ്യുന്ന 2 ട്രയാങ്കിൾസ് വരച്ചിട്ടുണ്ട്. ഈ ട്രയാങ്കിളിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ട്രയാങ്കിൾ AMP. ഇതൊരു റൈറ്റ് ട്രയാങ്കിൾ ആണ്. ഇത് ആംഗിൾ A. ഇവിടെ 90 ഡിഗ്രിയാണ്. ഇതാണ് ഹൈപ്പോട്ടനസ്. നമുക്കറിയാം 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് ഉള്ള സൈഡിനെയാണ് ഹൈപ്പോട്ടനസ് ഓഫ് ദ ട്രയാങ്കിൾ എന്ന് പറയുന്നത്. ഇനി അതുപോലെ കൺസിഡർ ട്രയാങ്കിൾ ABC. ഈ ABC എന്ന് പറയുന്ന ട്രയാങ്കിളിൽ ആംഗിൾ B ആണ് 90 ഡിഗ്രി. സോ ഹൈപ്പോട്ടനസ് എന്ന് പറയുന്നത് AC ആണ്. AMP ട്രയാങ്കിളിൽ AP ആണ് ഹൈപ്പോട്ടനസ്. ഈ ട്രയാങ്കിളിൻ്റെ ഒരു പ്രത്യേകത നോക്കാം. ഇവിടെ ആംഗിൾ A എന്ന് പറയുന്നത് 2 ട്രയാങ്കിളിനും കോമൺ ആണ്. AMPക്കും ABCക്കും ആംഗിൾ A കോമൺ ആണ്. ഇനി ആംഗിൾ M എന്ന് പറയുന്നത് ഇവിടെ 90 ഡിഗ്രിയാണ്. അതുപോലെ ഇവിടെ ആംഗിൾ ബിയും 90 ഡിഗ്രിയാണ്. അതായത് ഈ 2 ട്രയാങ്കിൾസിൻ്റെയും 2 ആംഗിൾസ് ഈക്വൽ ആണ്. സോ നമ്മൾ കഴിഞ്ഞ കൊല്ലം സിമിലാരിറ്റി ഓഫ് ട്രയാങ്കിൾസ് ടോപ്പിക്കിൽ പഠിച്ചതാണ്. 2 ട്രയാങ്കിൾസിൻ്റെ 2 ആംഗിൾസ് ഈക്വൽ ആയി കഴിഞ്ഞാൽ AA സിമിലാരിറ്റി ക്രൈറ്റീരിയൻ യൂസ് ചെയ്തിട്ട് ഈ 2 ട്രയാങ്കിൾസും സിമിലർ ആണ് എന്ന് പറയാം. സോ ഈ 2 ട്രയാങ്കിൾസും സിമിലർ ആയ സാഹചര്യത്തിൽ കറസ്പോണ്ടിങ് സൈഡ്സ് ഓഫ് ദ ട്രയാങ്കിൾസ് ആർ പ്രൊപ്പോർഷണൽ. അല്ലേ? സിമിലാരിറ്റി തിയറം പറയുന്നത് ഇങ്ങനെയാണ്. 2 ട്രയാങ്കിൾ സിമിലർ ആണെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് സൈഡ്സ് പ്രൊപ്പോർഷണൽ ആയിരിക്കും. അതായത് AM ബൈ AB ഈക്വൽസ് AP ബൈ AC ഈക്വൽസ് MP ബൈ BC. ഇത് സിമിലാരിറ്റി ഓഫ് ട്രയാങ്കിൾസ് എന്ന കഴിഞ്ഞ ചാപ്റ്ററിലെ തിയറം യൂസ് ചെയ്താണ് നമ്മളിങ്ങനെ എഴുതിയത്. കറസ്പോണ്ടിങ് സൈഡ്സ് ഓഫ് 2 സിമിലർ ട്രയാങ്കിൾസ് ആർ പ്രൊപ്പോർഷണൽ ടു ഈച്ച് അതർ. ഞാൻ ഈ ഇക്വേഷൻ ഇങ്ങോട്ട് എടുത്ത് എഴുതിയിട്ടുണ്ട്. ഇതിനെ ഒന്ന് റീറൈറ്റ് ചെയ്ത് എഴുതാം. ഇവിടെ ഞാൻ APയെ ഇപ്പുറത്തെ സൈഡിൽ ഡിനോമിനേറ്ററിൽ കൊണ്ടുവന്നിട്ട് ഇവിടുത്തെ ഡിനോമിനേറ്റർ BCയെ ഇവിടെ ന്യൂമറേറ്ററിൽ കൊണ്ടുവരുവാണ്. സോ വി ക്യാൻ റൈറ്റ് MP ബൈ AP ഈക്വൽസ് BC by AC. MP by AP, MP divided by AP. ഈ ഒരു ട്രയാങ്കിളിൻ്റെ ആംഗിൾ A എടുത്തു കഴിഞ്ഞാൽ ആംഗിൾ Aയുടെ ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടനസ് ആണ്. അങ്ങനെയാണെങ്കിൽ BC ബൈ AC എന്താണ്? BC ബൈ AC. ഈ ABC എന്ന് പറയുന്ന ട്രയാങ്കിളിൻ്റെ ആംഗിൾ Aയുടെ ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടനസ് ആണ്. സോ രണ്ട് ട്രയാങ്കിളിൻ്റെ കേസ് എടുത്താലും ആംഗിൾ എയുടെ സൈൻ A അതിൻ്റെ ഫോർമുലയാണ് ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ്. അല്ലേ? സോ അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ വിച്ച് ഈസ് ഈക്വൽ ടു സൈൻ A എന്ന് എഴുതാം. സോ MP ബൈ AP ഈക്വൽസ് BC ബൈ AC ഈക്വൽസ് സൈൻ A. ഇതിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലായത്? അതായത് ഒരു ട്രയാങ്കിളിൻ്റെ ലെങ്ത് മാറ്റർ അല്ല. ഈ ചെറിയ ട്രയാങ്കിൾ ആയാലും ഈ വലിയ ട്രയാങ്കിൾ ആയാലും ആംഗിൾ A സെയിം ആണെങ്കിൽ ലെങ്ത് കൂടുകയോ കുറയുകയോ എന്ത് ചെയ്താലും സൈൻ ഓഫ് ആംഗിൾ A എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയിരിക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ഇനി അതുപോലെ നമുക്ക് കോസ് Aയും ടാൻ Aയും ഒക്കെ എഴുതാൻ പറ്റുന്നതാണ്. സിമിലർലി ഈ 2 ഇക്വേഷനെ ഒന്ന് റീറൈറ്റ് ചെയ്യാം നമുക്ക്. അങ്ങനെ AM ബൈ AP താഴെ കൊണ്ടുപോയിട്ട് ഈ ABയെ മുകളിൽ കൊണ്ടുപോകാം. സോ വി ക്യാൻ റൈറ്റ് AM ബൈ AP ഈക്വൽസ് AB ബൈ AC. ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ എന്താണ്? AM ബൈ AP, AM ബൈ AP അതായത് ആംഗിൾ Aയുടെ അഡ്ജസൻറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടനസ് ആണ്. അതുപോലെ AB ബൈ AC, AB ഈ സൈഡാണ് ഡിവൈഡഡ് ബൈ AC. അതായത് വലിയ ട്രയാങ്കിളിൻ്റെ ആംഗിൾ Aയുടെ അഡ്ജസൻറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടനസ് ആണ്. അഡ്ജസൻറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടനസ് എന്തിൻ്റെ ഫോർമുലയാണ്? കോസ് ഓഫ് ആംഗിൾ Aയുടെ ഫോർമുലയാണ്. അല്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഈ ഫോർമുലാസ് എല്ലാം പഠിച്ചതാണ്. സോ വി ക്യാൻ റൈറ്റ് ദിസ് as കോസ് A. ഇനി അതുപോലെ
AM by AB equals MP by BC എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ എടുത്തു കഴിഞ്ഞാൽ അതിനെ റീറൈറ്റ് ചെയ്ത് നമുക്ക് എങ്ങനെ എഴുതാൻ സാധിക്കും? MP AM താഴെ കൊണ്ടുപോകും, അതുപോലെ BC ഇപ്പുറത്ത് കൊണ്ടുപോയിട്ട് BC by AB എന്ന് എഴുതാം. സോ വി ക്യാൻ റൈറ്റ് as MP by AM equals BC by AB. MP by AM, MP ഇതാണ്, ഡിവൈഡഡ് ബൈ AM ആണ്. AM ഇതാണ്, അതായത് ആംഗിൾ എയുടെ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് ആണ്. സിമിലർലി BC ഡിവൈഡഡ് ബൈ AB, AB എന്ന് പറയുന്നത് അഡ്ജസൻറ്റ് സൈഡ് ആണ്, BC ഓപ്പോസിറ്റ് സൈഡ് ആണ്. സോ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്, ഇതെന്തിൻ്റെ ഫോർമുലയാണ്? ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് sin A by cos A, which is equal to tan A. So sin A, cos A, tan A ഇതെല്ലാം എന്താണ്? കോൺസ്റ്റന്റ് ആണ് അല്ലേ? സൈഡിന്റെ ലെങ്ത് കൂടിയാലും കുറഞ്ഞാലും ആംഗിൾ സെയിം ആണെങ്കിൽ sin A, cos A, tan A എല്ലാം ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും, അതിന് മാറ്റമില്ല. That is, the values of the trigonometric ratios of an angle do not vary with the lengths of the sides of the triangle if the angle remains same. നമ്മുടെ ട്രിഗ്നോമെട്രി പഠിക്കുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്, ഒരു ട്രയാങ്കിളിൻ്റെ ഏതെങ്കിലും ഒരു ട്രിഗ്നോമെട്രിക് റേഷ്യോ തന്നിട്ടുണ്ടെങ്കിൽ ബാക്കി 5 ട്രിഗ്നോമെട്രിക് റേഷ്യോസ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ സൈൻ ഓഫ് സം ആംഗിൾ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് cos of that same angle, tan of that angle, cosec, sec, cot ഇതെല്ലാം നമുക്ക് ആ ആംഗിളിൻ്റെത് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ സാധിക്കും. അങ്ങനെ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന മെയിൻ ഒരു ഇക്വേഷനാണ് പൈതഗോറസ് തിയറം. നമുക്കറിയാം ഒരു റൈറ്റ് ട്രയാങ്കിളുമായിട്ട് ബന്ധപ്പെട്ടതാണ് പൈതഗോറസ് തിയറം. എന്താണ് പൈതഗോറസ് തിയറം പറയുന്നത്? ഒരു റൈറ്റ് ട്രയാങ്കിളിൻ്റെ ബേസും ഓൾട്ടിറ്റ്യൂഡും ഹൈപ്പോട്ടനൂസും ഉണ്ടെങ്കിൽ ഹൈപ്പോട്ടനസിൻ്റെ സ്ക്വയർ ഈസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. ഇതാണ് ബേസ്, ഇതാണ് ഓൾട്ടിറ്റ്യൂഡ്. AC ഈസ് ബേസ് ആൻഡ് AB ഈസ് ഓൾട്ടിറ്റ്യൂഡ് ആൻഡ് BC ഈസ് ദി ഹൈപ്പോട്ടനസ്. ഹൈപ്പോട്ടനസ് ഈസ് ദ ലോങ്ങസ്റ്റ് സൈഡ്. സോ നമുക്ക് ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്ത് ഏതെങ്കിലും 2 സൈഡാണുള്ളതെങ്കിൽ മൂന്നാമത്തെ സൈഡ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ സാധിക്കും. ഇപ്പം ഹൈപ്പോട്ടനസ് ആണ് കണ്ടുപിടിക്കേണ്ടെങ്കിൽ ബിയുടെയും എയുടെയും വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് H is equal to square root of B square plus A square എന്ന് ചെയ്യാം. ഇനി ബേസ് സ്ക്വയർ ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ നമ്മൾ A square അപ്പുറത്ത് കൊണ്ടുപോയിട്ട് B is equal to square root of H square minus A square എന്ന് എഴുതാം. ഇനി അതുപോലെ A ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ നമുക്ക് A is equal to square root of H square minus B square എന്ന് പറയുന്ന ഫോർമുല അപ്ലൈ ചെയ്ത് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. സോ ഏതെങ്കിലും ഒരു ട്രിഗ്നോമെട്രിക് റേഷ്യോ അവൈലബിൾ ആണെങ്കിൽ ആ റേഷ്യോ യൂസ് ചെയ്ത് നമുക്ക് ബാക്കി എല്ലാ റേഷ്യോസും ഫൈൻഡ് ഔട്ട് ചെയ്യാൻ സാധിക്കും. അതിന് വേണ്ടിയിട്ട് നമ്മൾ പൈതഗോറസ് തിയറം യൂസ് ചെയ്യുന്നുമുണ്ട്. അപ്പോൾ അതെങ്ങനെയാണെന്ന് ഒരു എക്സാമ്പിൾ വെച്ച് ഞാൻ കാണിച്ചു തരാം. ഞാനിവിടെ ഒരു ക്വസ്റ്റ്യൻ എഴുതിയിട്ടുണ്ട്. ഇഫ് സൈൻ എ ഈക്വൽസ് 1/3 ദെൻ ഫൈൻഡ് cos A, tan A, cosec A, sec A ആൻഡ് cot A. അതായത് സൈൻ ഓഫ് ആംഗിൾ എ തന്നിട്ടുണ്ടെങ്കിൽ ബാക്കി ട്രിഗ്നോമെട്രിക് റേഷ്യോസ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഇവിടെ ഇതാണ് ആംഗിൾ എ എന്ന് പറയുന്നത്, ഇത് 90 ഡിഗ്രി ആണ്. സോ സൈൻ ഓഫ് എ ഈസ് ഈക്വൽ ടു 1/3 എന്നുള്ളതാണ് നമുക്ക് തന്നിട്ടുള്ളത്. നമുക്കറിയാം സൈൻ എ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ് ആണ്. സോ വി ക്യാൻ റൈറ്റ് സൈൻ എ ഈക്വൽസ് BC by AC എന്ന് എഴുതാം അല്ലേ? That is opposite side by hypotenuse ആണ് sin A, which is equal to 1/3. So which means BC by AC is in the ratio 1:3 അല്ലേ? സോ BC K ആണെങ്കിൽ AC എന്തായിരിക്കും? 3K ആയിരിക്കും അല്ലേ? കാരണം ഇതിൻ്റെ റേഷ്യോ 1:3 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിനെ BC equal to K എന്ന് എഴുതാം ആൻഡ് AC is equal to 3K. ഇനി നമുക്ക് പൈതഗോറസ് തിയറം യൂസ് ചെയ്ത് ABയുടെ ലെങ്ത് കണ്ടുപിടിക്കാം. വി നോ ദിസ് ഈസ് ബേസ് അല്ലേ? ബേസ് സ്ക്വയറിൻ്റെ ഫോർമുല എങ്ങനെയാണ്? ബേസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു H സ്ക്വയർ മൈനസ് A സ്ക്വയർ ആവും. സോ വി ക്യാൻ റൈറ്റ് AB സ്ക്വയർ ഈക്വൽസ് H സ്ക്വയർ, അതായത് ഹൈപ്പോട്ടനസിൻ്റെ സ്ക്വയർ ആണ്. ദാറ്റ് ഈസ് 3K ദ ഹോൾ സ്ക്വയർ, 3K ദ ഹോൾ സ്ക്വയർ മൈനസ് K സ്ക്വയർ, which is equal to 3K the whole square ആകുമ്പോൾ 9K square എന്ന് വരും,
മൈനസ് കെ സ്ക്വയർ ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു 8k സ്ക്വയർ എന്ന് കിട്ടും. ഇത് എ ബി സ്ക്വയർ ആണ്. അങ്ങനെയാണെങ്കിൽ എ ബിയുടെ വാല്യൂ എന്തായിരിക്കും? എ ബി ഈക്വൽസ് സ്ക്വയർ റൂട്ട് ഓഫ് 8k സ്ക്വയർ ആണ് അല്ലേ. റൂട്ട് ഓഫ് 8 എന്ന് പറയുന്നത് 2√2 ആണ്. കെ സ്ക്വയറിൻ്റെ സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത് k ആണ്. സോ വി വിൽ ഗെറ്റ് 2√2k എന്ന് ലഭിക്കും നമുക്ക്. ഇത് എ ബിയുടെ ലെങ്ത് ആണ്. സോ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് 2√2k ആണ് എ ബി. ഇവിടെ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. സ്ക്വയർ റൂട്ട് ഓഫ് എ നമ്പർ പ്ലസ് ഓർ മൈനസ് ആകാം. പക്ഷെ ഇവിടെ നമ്മൾ ലെങ്ത് ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. എ ബി ഒരു ലെങ്ത് ആണ്. സോ അത് ഒരിക്കലും ഒരു നെഗറ്റീവ് നമ്പർ ആയിരിക്കത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ പോസിറ്റീവ് നമ്പർ എടുത്തത്. ശരിക്കും ഒരു നമ്പറിനെ സ്ക്വയർ റൂട്ട് ചെയ്യുമ്പോൾ അത് എയ്തർ പോസിറ്റീവ് ഓർ നെഗറ്റീവ് ആകാം. ഇത് രണ്ടിനുമുള്ള ചാൻസസ് ഉണ്ട്. ഇവിടെ നമ്മൾ പോസിറ്റീവ് ചാൻസ് മാത്രമേ എടുക്കുകയുള്ളൂ, കാരണം ഇതൊരു ലെങ്ത് ആയതുകൊണ്ട് എന്തായാലും അത് പോസിറ്റീവ് ആയിരിക്കും. ഇനി ഈ 3 സൈഡ്സിൻ്റെ ലെങ്ത് അറിയാമെങ്കിൽ നമുക്ക് കോസെ, ടാനെ, കൊസിക്ക്, സിക്ക്, കോട്ടെ ഫൈൻഡ് ഔട്ട് ചെയ്തുകൂടെ? സോ ഞാനിവിടെ കോസെ, ടാനെ, കൊസിക്ക്, സിക്ക്, കോട്ടെ ഇതിൻ്റെ എല്ലാം ഫോർമുലാസ് എഴുതിയിട്ടിട്ടുണ്ട്. കോസെ അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ് ആണ്, അതായത് ആംഗിൾ എയുടെ അഡ്ജസൻറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടനസ്, വിച്ച് ഈസ് ഈക്വൽ ടു 2√2k ഡിവൈഡഡ് ബൈ 3k എന്ന് വരും. ഇവിടെ കെയും കെയും ക്യാൻസൽ ആയിട്ട് നമുക്ക് ഫൈനൽ ആൻസർ 2√2/3 എന്ന് ലഭിക്കും. സിമിലർലി ടാൻ എ ഈക്വൽസ് ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് ആണ്. ടാൻ ഓഫ് എ എന്ന് പറയുന്ന ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് ആണ്. സോ വിച്ച് ഈസ് ഈക്വൽ ടു k ഡിവൈഡഡ് ബൈ 2√2k. അഗെയിൻ k ക്യാൻസൽ ആയിട്ട് 1/2√2 എന്ന് ലഭിക്കും. ഇനി അടുത്ത കൊസികെ ആണ്. കൊസികെയുടെ ഫോർമുല ഹൈപ്പോട്ടനസ് ബൈ ഓപ്പോസിറ്റ് സൈഡ് ആണ്. കൊസിക് ഓഫ് എ ഈസ് ഈക്വൽ ടു ഹൈപ്പോട്ടനസ് ഡിവൈഡഡ് ബൈ ഓപ്പോസിറ്റ് സൈഡ്. സോ വിച്ച് ഈസ് ഈക്വൽ ടു 3k ഡിവൈഡഡ് ബൈ k. k ക്യാൻസൽ ആയിട്ട് 3 എന്ന് ലഭിക്കും. അല്ലെങ്കിൽ തന്നെ നമുക്കറിയാം കൊസികെ എന്ന് പറയുന്നത് 1/sin a ആണ്. sin a 1/3 ആയതുകൊണ്ട് കൊസികെ ഇതിൻ്റെ ഇൻവേഴ്സ് ആയിരിക്കും, വിച്ച് ഈസ് ഈക്വൽ ടു 3. സിമിലർലി സി കെ എന്ന് പറയുന്നത് ഹൈപ്പോട്ടനസ് ബൈ അഡ്ജസൻറ്റ് സൈഡ് ആണ്, അതായത് 3k ബൈ 2√2k. അങ്ങനെയും എഴുതാം. ഇല്ല എന്നുണ്ടെങ്കിൽ സി കെ എന്ന് പറയുന്നത് 1/cos a ആണ്, അങ്ങനെയും എഴുതാം. സോ എന്തായാലും നമുക്ക് ഹൈപ്പോട്ടനസ് 3k ഡിവൈഡഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് 2√2k എഴുതാം, വിച്ച് ഈസ് ഈക്വൽ ടു 3/2√2. ഇനി അടുത്തത് കോട്ടയാണ്. നമുക്ക് ഏതർ 1/tan a എഴുതാം, ഇല്ലാന്നുണ്ടെങ്കിൽ അഡ്ജസൻറ്റ് സൈഡ് ബൈ ഓപ്പോസിറ്റ് സൈഡ്. അഡ്ജസൻറ്റ് സൈഡ് 2√2k ആണ്, ഡിവൈഡഡ് ബൈ ഓപ്പോസിറ്റ് സൈഡ് k ആണ്. സോ ദിസ് ഈസ് ഈക്വൽ ടു 2√2. അങ്ങനെ നമുക്ക് സൈൻ എ മാത്രമുണ്ടെങ്കിൽ ബാക്കി എല്ലാ ട്രിഗ്നോമെട്രിക് റേഷ്യോസും ഫൈൻഡ് ഔട്ട് ചെയ്യാൻ സാധിച്ചു അല്ലേ. സൈൻ എ വെച്ചിട്ട് നമ്മൾ കോസ് എ ഫൈൻഡ് ഔട്ട് ചെയ്തു, ടാൻ എ, കൊസിക്ക്, സിക്ക്, കോട്ടെ എല്ലാം ഫൈൻഡ് ഔട്ട് ചെയ്തു. ഇനി നമുക്ക് ടെക്സ്റ്റ് ബുക്കിലെ എക്സാമ്പിൾസ് സോൾവ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഗിവൺ ടാൻ എ ഈക്വൽസ് 4/3 ഫൈൻഡ് അതർ ട്രിഗ്നോമെട്രിക് റേഷ്യോസ് ഓഫ് ആംഗിൾ എ. ഞാനിവിടെ ഒരു ട്രയാങ്കിൾ എ ബി സി വരച്ചിട്ടുണ്ട്. ഇവിടെ ആംഗിൾ എയുടെ, അതായത് ട്രിഗ്നോമെട്രിക് റേഷ്യോസ് ഓഫ് ആംഗിൾ എ ആണ് നമുക്കിനി ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ടാൻ ഓഫ് ആംഗിൾ എ തന്നിട്ടുണ്ട് 4/3 എന്നാണ്. നമുക്കറിയാം ടാൻ എയുടെ ഫോർമുല എന്തായിരുന്നു? ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് ആണ് ടാൻ ഓഫ് എനി ആംഗിൾ അല്ലേ. അപ്പോൾ ടാൻ എ എന്ന് പറയുന്നത് ബി സി ഡിവൈഡഡ് ബൈ എ ബി ആണ്. സോ we can write tan A equals BC divided by AB, which is equal to 4/3. അങ്ങനെയാണെങ്കിൽ ബി സി 4k ആണെങ്കിൽ എ ബി 3k ആയിരിക്കും അല്ലേ. സോ we can write BC 4k and AB is 3k. Now we will apply Pythagoras theorem and find the side AC. AC ഇവിടെ hypotenuse ആണ്. So hypotenuse square is equal to
3k the whole square plus 4k the whole square. That is AC square is equal to 9k square plus 16k square, which is equal to 25k square എന്ന് ലഭിച്ചു. അങ്ങനെയാണെങ്കിൽ AC equals സ്ക്വയർ റൂട്ട് ഓഫ് 25k സ്ക്വയർ ആണ്. ഇവിടെ 25ന്റെ സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത് 25 will be 5 and k square is k. So 5k എന്ന് ലഭിക്കും. ശരിക്കും നമുക്ക് സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ പ്ലസ് ഓർ മൈനസ് 5 ആണ് വരുന്നത്, 5k ആണ് വരുന്നത്. പക്ഷേ ഇവിടെ ഒരു ലെങ്ത് ആയതുകൊണ്ട് നമ്മൾ പോസിറ്റീവ് മാത്രമേ എടുക്കത്തുള്ളൂ. സോ AC ഈസ് ഈക്വൽ ടു 5k എന്ന് കിട്ടി. സോ ഇവിടെ നമുക്ക് AC 5k എന്ന് എഴുതാം. ഇനി നമുക്ക് ബാക്കി ട്രിഗ്നോമെട്രിക് റേഷ്യോസ് ഫൈൻഡ് ഔട്ട് ചെയ്തുകൂടെ? സോ ഞാനിവിടെ ബാക്കി ട്രിഗ്നോമെട്രിക് റേഷ്യോസിൻ്റെ ഫോർമുലാസ് എഴുതിയിട്ടുണ്ട്. സൈൻ എ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ് ആണ്. ഇവിടെ ആംഗിൾ എ ഇതാണ്. ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ് 4k by 5k എന്ന് വരും, which is equal to 4/5. Similarly, cos A എന്ന് പറയുന്നത് adjacent side by hypotenuse ആണ്. adjacent side 3k ആണ്, divided by hypotenuse 5k ആണ്. So 3k by 5k, which is equal to 3/5. Similarly, cosec എന്ന് പറയുന്നത് 1/sin A ആണ്. sin A 4/5 ആണ്. So 1/sin A എന്ന് പറയുമ്പോൾ ഇത് റിവേഴ്സ് ചെയ്താൽ മതി, 5/4. CK എന്ന് പറയുന്നത് 1/cos A ആണ്. cos A 3/5 ആണ്. അങ്ങനെയാണെങ്കിൽ CK 5/3 ആവും. സിമിലർലി cot A എന്ന് പറയുന്നത് 1/tan A ആണ്. tan A 4/3 ആണ്. സോ cot A will be 3/4. സോ ഈ ട്രിഗ്നോമെട്രിക് റേഷ്യോയുടെ ഇക്വേഷൻസും പൈതഗോറസ് തിയറവും അറിയാമെങ്കിൽ ഈ ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് വളരെ ഈസി ആയിട്ട് നമുക്ക് സോൾവ് ചെയ്യാൻ സാധിക്കും. ഇനി നമ്മൾ ബാക്കി എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ് നെക്സ്റ്റ് വീഡിയോയിൽ സോൾവ് ചെയ്യുന്നതാണ്.